നേതാക്കൾ കോൺഗ്രസിന്റെ സംഘടന കേരളത്തിലെ സംഘടനാ ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ അദ്ദേഹം കെ സി വേണുഗോപാൽ അനുകൂലിയാണ്. അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു വന്ന് അവരൊക്കെ ഉടൻ പ്രഖ്യാപനം വരുമെന്ന പ്രതീക്ഷയിൽ കെ സി വേണുഗോപാലിന് വേണ്ടി ആർപ്പ് വിളിക്കാൻ കാത്തിരുന്നവരാണ്. ഒരു വേള അവർ കേക്കും ലഡുവും ഒക്കെയായി ഇവിടെ എത്തി ആഘോഷിക്കാൻ മധുരം വിതരണം ചെയ്യാൻ കാത്തിരുന്നു. വലിയൊരു ആൾക്കൂട്ടം ഈ ഭാഗത്ത് ഞാൻ നിൽക്കുന്ന KPCC ഓഫീസിന്റെ ഈ വരാന്തയിൽ ഇവിടെ TV ചാനലുകൾ TV ഒക്കെ വച്ചിരിക്കുന്ന ഈ ഭാഗത്ത് നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത്തരമൊരു ആൾക്കൂട്ടം ഇവിടെയില്ല. അന്ന് ഉണ്ടായിരുന്ന ആൾക്കൂട്ടത്തിലെ കൂടുതൽ പേരും ഏതാണ്ട് 90% കെ സി വേണുഗോപാൽ അനുകൂലിക്കുന്നവരായിരുന്നു. അത്തരത്തിലൊരു ആൾക്കൂട്ടം ഇവിടെ ഇല്ല എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപക്ഷെ തീരുമാനം വന്ന ശേഷം ഇങ്ങോട്ട് വരാമെന്ന് തീരുമാനിച്ചിരിക്കുന്നവരാകാം, അല്ലെങ്കിൽ മറ്റേതൊരു സ്ഥലത്ത് സംഘടിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇന്ന് ആ ഒരു ടീം ഇവിടെ ഇല്ല. പകരം കൂടുതൽ VD സതീശൻ അനുകൂലിക്കുന്ന ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പലരും നേരത്തെ മനു കേട്ടതുപോലെ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് തുറന്നു പറയാൻ മടിയുള്ള യഥാർത്ഥ കോൺഗ്രസ് വികാരം ഉൾക്കൊള്ളുന്ന പ്രവർത്തകർ ആര് വന്നാലും ഒരു സംശുദ്ധ ഭരണമുണ്ടാകണം, അഴിമതിരഹിത ഭരണമുണ്ടാകണം, അതിനുള്ള മാൻഡേറ്റാണ് ജനം നൽകിയത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ഭരണമുണ്ടാകുന്ന പ്രതീക്ഷയോടുകൂടി ഹൈക്കമാൻഡ് തീരുമാനത്തിന് കാതോർത്തിരിക്കുന്ന, ഹൈക്കമാൻഡ് തീരുമാനത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ KPC ആസ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ ഇനിയുള്ള സമയം കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയേക്കാം. ഏതായാലും വലിയ പ്രതീക്ഷയാണ്, വലിയ ആകാംക്ഷയാണ്. ഇവിടെയും 3 ക്യാമ്പും ഇപ്പോഴും സജീവ പ്രതീക്ഷയിലാണ്. എല്ലായിടത്തും ആൾക്കൂട്ടമാണ്. എല്ലാവർക്കും മുഖ്യമന്ത്രി ആര് എന്ന് അറിയണം എന്നൊരു ആകാംക്ഷയുണ്ട്. VV അരുണും എനിക്ക് തോന്നുന്നത് അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് പേര് ആരെയാണ് പിന്തുണയ്ക്കുന്നത് അല്ലെങ്കിൽ ആര് വരും എന്ന് പ്രതീക്ഷിക്കുന്നതിനെ കുറിച്ച് തുറന്നു പറയാൻ അരുണിനും ഒരു ചെറിയ ആശങ്കയുണ്ട്. കാരണം പല നേതാക്കളെ അനുകൂലിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ലല്ലു, അതാണ് ഏതായാലും തിരുവനന്തപുരത്ത് വഴുതക്കാടുള്ള രമേശ് ചെന്നിത്തലയുടെ വീട്ടിലും ഇതുപോലെ വലിയ ആൾക്കൂട്ടമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ അവിടെ എത്തുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിക്ക് മുന്നിലും ആളുകൾ അവിടെയും തടിച്ചുകൂടിയിട്ടുണ്ട്. ഏതായാലും അവിടെ എത്തി കെ സി വേണുഗോപാലിനോട് എന്തായിരിക്കും പറയുക എന്ന ഒരു വലിയ ചോദ്യമാണ് അവിടെ ഉള്ളത്. കോൺഗ്രസ് ഒരു മാരത്തൺ ചർച്ചയാണ് നടത്തിയത്. എല്ലാ ഘട്ടത്തിലും എല്ലാ ആളുകളുടെയും അഭിപ്രായങ്ങൾ ആരായുന്ന ഒരു വിവരം നമുക്ക് കാണാൻ കഴിഞ്ഞു. ആദ്യഘട്ടങ്ങളിൽ അത് ഈ ക്ലെയിം ഉന്നയിക്കുന്ന ആളുകളാണെങ്കിൽ പിന്നീട് കേരളത്തിലെ മുൻ കോൺഗ്രസ് നേതാക്കൾ, KPCC പ്രസിഡന്റിൻ്റെ, മുൻ KPCC പ്രസിഡന്റുമാരുടെ, വൈസ് പ്രസിഡന്റുമാരുടെ, അതുപോലെ കേരളത്തിലെ എല്ലാ പ്രമുഖ നേതാക്കളുടെയും ഒക്കെ അഭിപ്രായം ആരാഞ്ഞു. പക്ഷേ കോൺഗ്രസിൻ്റെ ശൈലി ഒരു വശത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ കണ്ടിട്ടുള്ളത് ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണയുള്ള ആൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലല്ലു പറഞ്ഞ ഒരു കാര്യം അവിടെ പ്രസക്തമാണ്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു വലിയ തർക്കം നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയുടെ പേര് വരാം. പക്ഷേ കേരളത്തിലെ വലിയ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ രോഷപ്രകടനങ്ങൾ കൊണ്ട് ഒരുപക്ഷെ VD സതീശന് അനുകൂലമായൊരു നിലപാടുണ്ടായേക്കാം. അല്ല, MLA-മാരുടെ മാത്രം കണക്ക് നോക്കുകയാണെങ്കിൽ അത് ഒടുവിൽ നറുക്ക് വീഴാൻ പോകുന്നത് KCക്കായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായി കണ്ടിട്ടുള്ളത് കോൺഗ്രസിൻ്റെ കർണാടക തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്തപ്പോഴൊക്കെ കണ്ടിട്ടുള്ളത് കൂടുതൽ MLA-മാരുടെ പിന്തുണയുള്ള ആളുകളിലേക്ക് പേരെത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ ആകും എന്ന ഒരു കണക്കുകൂട്ടലാണ് കൂടുതലായി ഉള്ളത്. പക്ഷേ അത് മാറാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് എല്ലാ ഘട്ടത്തിലും ഓർമ്മിക്കും. കാരണം ഇത്രയും നീണ്ട ഒരു മാരത്തൺ ചർച്ച നടക്കുന്നു. ഇനിയിപ്പോൾ ദീപദാസ് മുൻഷി ഇവിടെ വന്ന് ഈ പ്രഖ്യാപനം നടത്തേണ്ട ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. ലല്ലു, പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വലിയ കാര്യം, എല്ലാ കാലത്തും കോൺഗ്രസ്സിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം തർക്കങ്ങൾ, ഇപ്പോൾ രാജസ്ഥാനിൽ 2018 തർക്കം, കർണാടകയിൽ ഇപ്പോൾ 2023 തർക്കം, ഇതൊക്കെ കോൺഗ്രസിൻ്റെ ഒരു രീതിയാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. പക്ഷേ പലയിടത്തും അതിൻ്റെ കെട്ടുറപ്പിനെ ബാധിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ അത് ബാധിച്ചു. മധ്യപ്രദേശിൽ കമൽനാഥും ജ്യോതിരാദിത്യ സിന്ധ്യയും ഒക്കെ തമ്മിലുള്ള തർക്കം പിന്നെ എത്തിച്ചേർന്നത് എവിടെയെന്ന് നമുക്കറിയാം. ഉത്തരാഖണ്ഡിൽ നമ്മൾ ഇതേ തർക്കം കണ്ടു. ആന്ധ്രാപ്രദേശിൽ ആദ്യം YSRൻ്റെ കാലത്ത് ഉണ്ടായ അധികാര കൈമാറ്റത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാലശേഷമുള്ള പിന്തുടർച്ചാവകാശം സംബന്ധിച്ചൊക്കെയുള്ള തർക്കം കോൺഗ്രസിനെ എല്ലാ ഘട്ടത്തിലും ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സമാനമായ രീതിയിലുള്ളൊരു ആശങ്ക വരും എന്ന് കോൺഗ്രസ് പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ ഈ ഘട്ടത്തിൽ കഴിയും എന്ന് കരുതേണ്ടതുണ്ടോ? ലല്ലു, എന്താണ് അത് സംബന്ധിച്ച് കരുതുന്നത്? ഇത് ഈ പ്രശ്നരഹിതമായ ഒരു സത്യപ്രതിജ്ഞ നടപ്പിലാക്കാൻ കഴിയുമോ കോൺഗ്രസ് നേതൃത്വത്തിന്? മനു, എനിക്ക് തോന്നുന്നത് ഈ സാക്ഷാൽ K കരുണാകരൻ, K മുരളീധരനും DIC എന്നൊരു പാർട്ടി ഉണ്ടാക്കി കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയിട്ടും ഒന്നും സംഭവിക്കാത്തൊരു പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ്. അന്ന് നമുക്കറിയാം, രമേശ് ചെന്നിത്തല KPCC പ്രസിഡൻ്റായിട്ട് വരുന്നു. അദ്ദേഹം 9 വർഷം തുടർച്ചയായി KPCC പ്രസിഡൻ്റായിരിക്കുന്നു. പോയ കരുണാകരനും മുരളീധരനും ഒക്കെ അതുപോലെ തന്നെ തിരിച്ചു വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടാണ്. കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത്, കേരളത്തിലെ കോൺഗ്രസ് വികാരം നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരാണ്.
ഈ കാണുന്ന ഇപ്പം നേതാക്കന്മാർക്ക് വേണ്ടിയുള്ള ഈ ബഹളവും മുറവിളിയുമെല്ലാം ഞാൻ പറയുന്നു, ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചാൽ, ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിച്ചാൽ പരമാവധി 1-2 ദിവസം ഈ പ്രതിഷേധങ്ങളുണ്ടാകും. അത് കഴിഞ്ഞാൽ എല്ലാം പഴയപടിയാകും കോൺഗ്രസിൽ എന്നാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നമ്മൾ കോൺഗ്രസ് രാഷ്ട്രീയം കാണുന്നതാണ്. 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ എത്തിയ ആ ഒരു അതിൻ്റെ ഒരു ആവേശം മാത്രമായിട്ട് ഇത് കാണാനാണ് എനിക്കിഷ്ടം. കാരണം ഈ പറഞ്ഞ പോലെ 3 നേതാക്കന്മാർക്കും അവരുടേതായിട്ടുള്ള ക്ലെയിമുണ്ട്, അവരുടേതായിട്ടുള്ള അവകാശവാദങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള അർഹതയുമുണ്ട്. ഏറ്റവും സീനിയർ രമേശ് ചെന്നിത്തലയാണ്. ഡൽഹിയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ മുഴുവൻ നിയന്ത്രിച്ചതും നയിച്ചതും കെ സി വേണുഗോപാലാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കേരളമാകെ ഓടി നടന്ന് ഈ മുന്നണിയെ നയിക്കുകയും മുന്നണിക്ക് വേണ്ടി വീർപ്പൊഴിക്കുകയും ചെയ്തത് വി ഡി സതീശനാണ്. ഇക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. ആത്യന്തികമായി ഹൈക്കമാൻഡ് പരിഗണിക്കുന്ന ഘടകങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ MLA-മാരുടെ ഭൂരിപക്ഷമാണെങ്കിൽ തീർച്ചയായും അത് കെ സി വേണുഗോപാലിനാണ്. അത് പക്ഷേ ഘടകകക്ഷികൾ അടക്കമുള്ളവർ വി ഡി സതീശനുണ്ട്. നമുക്കറിയാം മുസ്ലിം ലീഗൊക്കെ പരസ്യമായി ഒരു നിലപാടെടുത്ത് നിൽക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.